ലോഞ്ച് ചെയ്യുന്നത് താങ്കൾക്കടക്കം അവിടെ തെരഞ്ഞെടുപ്പിന് വളരെ ചുരുങ്ങിയ സമയമാണ് ഇനി തെരഞ്ഞെടുപ്പിന് മുൻപിലുള്ളത്. കഷ്ടിച്ചൊരു 45 ദിവസം കിട്ടിയാലായി എന്ന നിലയ്ക്കായിരിക്കും ഒരുപക്ഷെ കാര്യങ്ങൾ പോവുക. നോക്കൂ, സജി ചെറിയാനാണ് ആലപ്പുഴയിലെ മികച്ച സ്ഥാനാർത്ഥി സാധ്യതകളെ കുറിച്ചൊരു ചർച്ചയ്ക്ക് തുടക്കമിടുന്നത്. അതിൽ ജി സുധാകരൻ്റെ പേര് പറയുന്നു, തോമസ് ഐസക്കിൻ്റെ പേര് പറയുന്നു, അതേപോലെ താങ്കളുടെ പേരും എ മാരിഫിൻ്റെ പേരും സജി ചെറിയാൻ പറയുന്നു. കണക്കുകൾ നോക്കുകയാണെങ്കിൽ അന്ന് CB ചന്ദ്രബാബു ഉണ്ടായിരുന്നത് 19,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് തോൽക്കുന്നത് താങ്കൾക്ക് മുൻപ്. അതിനുശേഷം താങ്കൾ മത്സരിക്കാൻ വരുമ്പോൾ അവിടെ മത്സരിക്കാൻ വരുന്നത് ഷാനിമോൾ ഉസ്മാനാണ്. അപ്പോൾ KC വേണുഗോപാലിൽ നിന്ന് ഷാനിമോൾ ഉസ്മാനിലേക്ക് എത്തുമ്പോൾ താങ്കളുടെ ലീഡ് 10,000 അതായത് കോൺഗ്രസിൻ്റെ ലീഡിനേക്കാൾ കുറവാണ് താങ്കളുടെ ലീഡ്, 10,000. അപ്പോൾ ഇനിയൊരു റിസ്ക് എടുക്കാൻ കഴിയില്ല എന്നത് പാർട്ടിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ടോ? ഇനി വീണ്ടും KC വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് മത്സരിക്കാൻ എത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള നീക്കങ്ങൾ അപ്പുറത്ത് നടക്കുന്നത് കൊണ്ട് ആരിഫിനെ പോലെ തന്നെ പരിഗണിക്കാവുന്നവരാണ് തോമസ് ഐസക്കും ജി സുധാകരനും എന്ന സൂചനയാണോ സജി ചെറിയാൻ നൽകിയത്? അല്ല, അതിൽ സഖാവ് സജി ചെറിയാൻ എന്താ പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല. ഡോക്ടർ തോമസ് ഐസക്കും അതുപോലെ ശ്രീ ജി സുധാകരനുമൊക്കെ വളരെ അവർ ദീർഘകാലത്തെ പാരമ്പര്യമുള്ള വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ജനപ്രതിനിധികളായിരുന്നു, അതുപോലെ ഭരണ നേതൃത്വമായിരുന്നു. അവരൊക്കെ സ്വാഭാവികമായും അവർക്ക് നല്ല വ്യക്തിപരമായ ബന്ധങ്ങളും അതുപോലെ സംഘടനാപരമായ ബന്ധങ്ങളുമൊക്കെ ധാരാളമുള്ളൊരു മണ്ഡലമാണ് ആലപ്പുഴ മണ്ഡലം. അവർ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് സർവ്വതാ യോഗ്യരുമാണ്. അതിനൊന്നും ഒരു സംശയവും അക്കാര്യത്തിൽ ആർക്കുമില്ല. അപ്പോൾ പിന്നെ അതിനെ സംബന്ധിച്ച് അങ്ങനെ ഒക്കെ ഉള്ള പല പേരുകളെ ചേർത്ത് വെച്ച് ചർച്ച ചെയ്യുന്നതിൽ എന്താ അപാകത? അതൊക്കെ പാർട്ടി സംസ്ഥാന നേതൃത്വം അത്തരത്തിൽ ചർച്ച ചെയ്ത് ഉചിതമായൊരു തീരുമാനത്തിലേക്ക് എത്തും. തീരുമാനം എല്ലാവരും അതിനെന്താ തെറ്റ്? അങ്ങനെ ഒന്നും ചർച്ച ചെയ്യാൻ പാടില്ല. തീരുമാനിച്ചിരിക്കുന്നത് അതിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കണ്ണൂർ മാത്രമാണ്. അപ്പോൾ അങ്ങനൊരു തീരുമാനം UDF എടുത്തിട്ടുണ്ട്, കോൺഗ്രസ് എടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന സൂചനയും. അത്തരത്തിലൊരു നിലപാട് പാർട്ടി എടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിജയിച്ച സ്ഥാനാർത്ഥിയെ നിലനിർത്തുക എന്നതിനും അപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങൾ കൂടിയായിരിക്കും പരിഗണിക്കുക. അതാണോ CPM ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ പോകുന്ന നയം? അല്ല, CPM സംസ്ഥാന ഞാനതല്ലേ പറഞ്ഞത്, കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് ഓരോ മണ്ഡലത്തിലെയും വിശദമായ പരിശോധന നടത്തി. കഴിഞ്ഞ തവണ വളരെ ഏർലി ആയിട്ടാണ്, വളരെ നേരത്തെ തന്നെയായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ ഉണ്ടായത്. എന്നിട്ട് 19 പേര് തോറ്റില്ലേ? അപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ അങ്ങ് നടത്തി കഴിഞ്ഞാൽ ഗുണപരമായി വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. മറിഞ്ഞുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. താമസിച്ച് പ്രഖ്യാപിച്ചാലും ചില ഗുണങ്ങളുണ്ടാകും, നേരത്തെ പ്രഖ്യാപിച്ചാലും ചില ഗുണമുണ്ടാകും. നേരത്തെ പ്രഖ്യാപിച്ചാൽ ചില ദോഷങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം പരിശോധിച്ച് പാർട്ടിയും മുന്നണിയും ഗൗരവമായ ആ വിഷയത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഇപ്പോൾ നേരത്തെ തന്നെ ഇങ്ങനെ ചർച്ച ചെയ്ത് നിലവിൽ സിറ്റിംഗ് ആയിട്ടൊരു MP ഉള്ളതുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാട് സിറ്റിംഗ് MPമാരെ തന്നെ അവർ ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നു, അതുകൊണ്ട് നിലനിർത്താൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഇടതുപക്ഷം അതുപോലെ തന്നെ നിലനിർത്തണം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളതാണ് രണ്ട് മുന്നണികൾക്കും. അതിനകത്ത് ആ പാറ്റേൺ തന്നെ തുടരണമെന്നൊന്നും CPMനെ സംബന്ധിച്ചിടത്തോളം LDFനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമാക്കിയതല്ലേ. അവർ സിറ്റിംഗ് MLAമാരെ എല്ലാവരെയും കഴിഞ്ഞ തവണ നിർത്തിയപ്പോൾ CPM ആവട്ടെ അല്ലെങ്കിൽ LDF ആവട്ടെ പുതിയ അംഗങ്ങളെയാണ് പ്രിഫർ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് അക്കാര്യത്തിലുള്ളത്.